ഗവൺമെന്റ് കരാറുകാർക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്ന നിയമപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് എം.പി. വി.കെ. ശ്രീകണ്ഠൻ. നിർമ്മാണ പ്രവൃത്തി ഒഴിവാക്കിക്കൊണ്ട് വികസനം സാധ്യമാവില്ലെന്നും എം.പി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി എം.പി. വി.കെ. ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനമാണ്, കൊച്ചി കഴിഞ്ഞ രണ്ടാം സ്ഥാനമാണ്. ഇനി നമ്പർ 1 ആകാൻ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആകാൻ പോവുകയാണ്. ഇത്രയും പേർക്ക് തൊഴിൽ കിട്ടുകയെന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ കമ്പനികളാണ് വരുന്നത്. വിദേശത്ത് നമ്മുടെ മക്കൾ പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വളർത്തി വലുതാക്കിയ മക്കളൊക്കെ പോകപ്പെടില്ലല്ലോ. ജോലി കിട്ടുക, നല്ല റെപ്യൂട്ടേഷൻ കിട്ടുക, നല്ല സാലറി കിട്ടുന്ന പുറത്തല്ലേ. അപ്പൊ ആ വിദേശ രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ പുതുശ്ശേരി പഞ്ചായത്തിലേക്ക് വരികയാണ്. ഒരു സന്തോഷ വാർത്തയല്ലേ. കേരളത്തിൽ 50,000 അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ജോലി ചെയ്യാൻ പോകുന്നത് പാലക്കാടാണ്. സ്മാർട്ട് സിറ്റി ആകുന്നത്. അത് നമ്മുടെ മക്കൾക്ക്, അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടും. അപ്പൊ ഒരു നല്ല വികസനമാണ്. ഇനി എന്ത് വരുന്നത് നോക്കണ്ട. ഏകദേശം 1 വർഷത്തിനകം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവും, സ്കൂളുകൾ ഉണ്ടാവും, ആശുപത്രികൾ ഉണ്ടാവും, നല്ല റോഡുകൾ ഉണ്ടാവും. ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പാലക്കാട്ട് ഇപ്പോൾ ഉള്ള ടൗൺ ഉണ്ടല്ലോ, അത് അങ്ങ് ഷിഫ്റ്റ് ചെയ്യാനുള്ള, പറിച്ചു നടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത, അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മുമ്പിൽ ആരുണ്ടാകണം? ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാകണം. നിങ്ങൾക്ക് ആർക്ക് സന്തോഷമൊന്നുമില്ലേ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് വിചാരിച്ചിരിക്കുകയാണോ? 100% നടക്കുന്ന കാര്യം. ഈ കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ അനുവദിച്ചത് പാലക്കാട്, കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ. ബാക്കിയൊക്കെ 2-3 സ്ഥാനമുണ്ട്. ആദ്യമായി നമ്മുടെ ജില്ലയിലേക്കാണ് ഗ്രീൻഫീൽഡ് ഹൈവേ കിട്ടിയത്. കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശികയിൽ യു.ഡി.എഫ് സർക്കാർ പരമാവധി വേഗത്തിൽ തീരുമാനമെടുക്കുമെന്നും എം.പി. പറഞ്ഞു. വളർച്ച മുരടിച്ചിരുന്ന കേരളത്തെ വികസനത്തിന്റെ അതിവേഗ പാതയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് യു.ഡി.എഫ് സർക്കാർ നടത്തുന്നത്. ആശമാരുൾപ്പെടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ സർക്കാർ നടപ്പിലാക്കി. ഇത്തരത്തിൽ കരാറുകാർക്ക് നൽകിയ വാഗ്ദാനവും നടപ്പിലാക്കും. കാലതാമസം വരുത്തുന്നതും അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതുമായ നയങ്ങളിലും നിയമങ്ങളിലുമുണ്ടാവുന്ന മാറ്റം നിർമ്മാണ പ്രവൃത്തികളെ വേഗത്തിലാക്കാൻ സഹായിക്കും. ആർക്കും എപ്പോഴും പരാതിയും നിർദ്ദേശവും അറിയിക്കാൻ കഴിയുന്ന വിധത്തിലാണ് യു.ഡി.എഫ് സർക്കാരിന്റെ പ്രവർത്തനം. വാഗ്ദാനങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുന്ന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നത് ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്നും എം.പി. പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി.ഇ. തങ്കച്ചൻ അധ്യക്ഷനായി. എം.എൽ.എ. രമേശ് പിഷാരടി, സംസ്ഥാന ഭാരവാഹികളായ സണ്ണി ചെന്നിക്കര, കെ.സി. ജോൺ, കെ. നന്ദകുമാർ, കെ. ബാലകൃഷ്ണൻ, എൻ.പി. ചാക്കോ, ജില്ലാ സെക്രട്ടറി എ.വി. സച്ചിദാനന്ദൻ, വി. കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.